ഹലോ ഫ്രണ്ട്സ്, കോഴിക്കോട്ടെ കൊട്ടേഷൻ ഗുണ്ട ഷാജി ഉസ്മാൻ, തിരുവനന്തപുരത്തെ ടാക്സി ഡ്രൈവർ ഷാജി സുകുമാരൻ, കൊച്ചിയിലെ ഉഡായിപ്പ് യുവകോമളൻ ഷാജി ജോർജ്, ഹിന്ദുവും ക്രിസ്ത്യനും ഇസ്ലാമുമായ ഈ മൂന്ന് ഷാജിമാരുടെ കഥ പറയുന്ന ചിത്രമാണ് മേരാ നാം ഷാജി. നാദിർ ഷാ സംവിധാനം ചെയ്ത ഈ മൂന്നാമത്തെ ചിത്രം മേരാ നാം ഷാജി ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തി. പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ തമാശ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വട്ടം തിയേറ്ററിൽ പോയി കാണാവുന്ന സിനിമയാണ്. ഷാജി സുകുമാരൻ എന്ന ടാക്സി ഡ്രൈവറായി നടൻ ബൈജുവിന്റെ പെർഫോമൻസ് ആണ് ഈ സിനിമയെ സംബന്ധിച്ചുള്ള ഒരു ഹൈലൈറ്റ്. അതേസമയം ഒരു സിനിമ എന്നുള്ള രീതിയിൽ വിലയിരുത്തുമ്പോൾ ശരാശരിയാണ് പ്രകടനം. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായ പേരുകളാണ് ബിജു, ബൈജു, ഷാജി, ശശി. ഇതൊക്കെ ഇതിൽ ശശിക്ക് ഇപ്പോൾ പൊന്നും വിലയാണ്. ട്രോളന്മാരുടെയൊക്കെ സ്ഥിരം ഹീറോയാണ് ശശി. ഷാജി എന്ന പേരിന് മറ്റൊരു പേരിനുമില്ലാത്ത പ്രത്യേകതയുണ്ട് നമ്മുടെ നാട്ടിൽ. മതസൗഹാർദ്ദത്തിൻ്റെതായ ഒരു ലേബൽ. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഷാജി എന്ന പേര് ചേരും നമ്മുടെ നാട്ടിൽ. അതുകൊണ്ടാണ് ഷാജി ഉസ്മാനായും ഷാജി സുകുമാരനായും ഷാജി ജോർജായും ഒക്കെ നമ്മുടെ നാട്ടിൽ വിലസുന്നത്. ഷാജി എന്ന് മാത്രം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആരുമാകാം. അതുകൊണ്ട് തന്നെ ഷാജി ഒരു മതേതര ജനാധിപത്യ മാനുഷിക നാമമായി മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. മേരാ നാം ഷാജിയിൽ കൊട്ടേഷൻ ഗുണ്ടയായ കോഴിക്കോട്ടുകാരൻ ഷാജി ഉസ്മാനായി നടൻ ബിജു മേനനും, ഷാജി സുകുമാരൻ എന്ന ടാക്സി ഡ്രൈവറായി ബൈജുവും, ഉഡായിപ്പ് ഷാജി എന്ന ഷാജി ജോർജായി ആസിഫ് അലിയും വേഷമിട്ടിരിക്കുന്നു. ഈ മൂന്ന് ഷാജിമാർക്കും തമ്മിൽ സിനിമയിൽ ബന്ധമൊന്നുമില്ല, പരസ്പരം കണ്ടിട്ട് കൂടിയില്ല. പക്ഷേ ഈ മൂന്ന് ഷാജിമാരെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ചില കാര്യങ്ങൾ സിനിമയിൽ തികച്ചും അവിചാരിതമായി സംഭവിക്കുകയാണ്. ഒരു ഷാജിയിൽ നിന്നും മറ്റൊരു ഷാജിയിലേക്ക് എത്താൻ മൂന്നാമത്തെ ഷാജി ഒരു പാലമായി വർത്തിക്കും പോലത്തെ ഒരു കണക്ഷനാണ് ഈ സിനിമയിൽ ഷാജിമാർക്ക് തമ്മിൽ കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ ഈ സിനിമയിൽ 3 ഷാജിമാരല്ല, 4 ഷാജിമാരുണ്ട്. 4ാമത്തെ ഷാജി ആരെന്നറിയാൻ തീർച്ചയായും പടം തന്നെ പോയി കാണുക. ഈ സിനിമയിൽ ഉഡായിപ്പ് ഷാജിയായി വേഷമിട്ടിരിക്കുന്ന ആസിഫ് അലിയുടെ ഉറ്റ കൂട്ടുകാരൻ കുന്തീശൻ എന്ന രസകരമായ കഥാപാത്രമായി ധർമ്മജൻ ബോൾഗാട്ടി സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു മാസ് ആക്ഷൻ ഹീറോയുടെ പരിവേഷത്തോടു കൂടിയാണ് ബിജു മേനനെ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും ബിജു മേനന്റെ സ്ഥിരം അടിപൊളി എന്ന പ്രയോഗവും കോമഡി നമ്പറുകളും ഒക്കെ നമുക്ക് ഈ സിനിമയിലും കാണാം. ബൈജുവിന്റെ ഭാര്യയായി വേഷമിട്ടിരിക്കുന്ന സുരഭി ലക്ഷ്മിയുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ് സിനിമയിൽ. നിഖില വിമലാണ് ഈ ചിത്രത്തിലെ നായിക. ശ്രീനിവാസൻ, ഗണേഷ് കുമാർ, ഭീമൻ രഘു, മൈഥിലി, രഞ്ജിനി ഹരിദാസ് തുടങ്ങിയവരൊക്കെയാണ് മേരാ നാം ഷാജിയിലെ മറ്റ് അഭിനേതാക്കൾ. ഒരു സംവിധായകൻ എന്ന രീതിയിൽ വിലയിരുത്തുമ്പോൾ അമർ അക്ബർ അന്തോണിയിലും കട്ടപ്പനയിലെ ഹൃത്തിക് റോഷനിലും ഒക്കെ നടത്തിയ ഒരു പ്രകടനം മേരാ നാം ഷാജിയിൽ ആവർത്തിക്കാൻ നാദിർ ഷായ്ക്ക് ആയിട്ടില്ല എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. തരക്കേടില്ല എന്നതിനും അപ്പുറത്തേക്ക് ഉയരാൻ സിനിമയ്ക്കായിട്ടില്ല. വിനോദ് ഇല്ലംപള്ളിയാണ് മേരാ നാം ഷാജിക്ക് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. എമിൽ മുഹമ്മദാണ് ഈ സിനിമയുടെ ഗാനങ്ങൾക്ക് ഈണം പകർന്നിരിക്കുന്നത്. ജോൺ കുട്ടിയാണ് എഡിറ്റ്. അവധിക്കാലമായതുകൊണ്ട് മുൻവിധികളില്ലാതെ പോയാൽ അത്യാവശ്യം ചിരിച്ചു കണ്ടിരിക്കാവുന്ന ഒരു സിനിമ. ഇതാണ് മേരാ നാം ഷാജിയെ കുറിച്ചിട്ട് ഞാൻ വിലയിരുത്തുന്നത്. 3 ഔട്ട് ഓഫ് 5 ആണ് എൻ്റെ റേറ്റിംഗ്. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.